ദീനിൻ്റെ ശരിയായ വടികൾക്കപ്പുറത്തേക്ക് പോകരുത്. ശരിയായ വടിയിൽ നിൽക്കണം. ഞാൻ ഈ ശരിയായ വടി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കക്ഷി സ്വഭാവത്തോടു കൂടിയല്ല. ഒരിക്കലും അങ്ങനെ ഒരാൾ മനസ്സിലാക്കരുത്. അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ല ഞാനത് പറയുന്നത്. ഒരാളെയും ഒരു കക്ഷി രൂപത്തിലല്ല നമ്മൾ കാണേണ്ടത്. നമ്മളിൽ പലരും വളർത്തപ്പെട്ടതൊരു കക്ഷി ചിന്തയോടുകൂടിയാണ് എന്നതുകൊണ്ട് നമ്മളിൽ പലർക്കും ഈ ചിന്താഗതി വിട്ടുമാറാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പറയുന്നത് എനിക്കടക്കം. നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാനും ഞങ്ങളും നമ്മളും ഇങ്ങനെയല്ല. മുസ്ലിമീങ്ങളോട് നസീഹത്തുള്ളവനാകുക, ഇസ്ലാമിനോട് മുസ്ലിമീങ്ങളോട് നസീഹത്തുള്ളവനാകുക. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാ മുസ്ലിമാണോ അവൻ ചെയ്യുന്ന എല്ലാത്തിലും നമ്മൾ പോയിരിക്കാനല്ല. അവൻ ചെയ്യുന്ന തെറ്റിൽ നീ യോജിക്കരുത്. അവൻ്റെ പ്രവർത്തനങ്ങളിൽ ശരികേടുണ്ടെങ്കിൽ അതിൽ വിയോജിക്കണം. ഒരാളെ ന്യായീകരിക്കരുത്. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അബദ്ധങ്ങളിലൊന്ന്, ഞാൻ മൂപ്പരടുത്താണ് ദീന് പഠിക്കുന്നത്. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് പറഞ്ഞാൽ നാളെ നിങ്ങൾ തയ്യാറായി നിൽക്കണം. എന്തിന്? ന്യായീകരിക്കാൻ വേണ്ടി. എന്തിനെങ്ങനെ ജീവിക്കുന്നത്? എന്തിനെങ്കിലും ഇങ്ങനെ ആവുന്നത്? ഇത് ആവശ്യമില്ല. ഒരാളെ ന്യായീകരിച്ചോളൂ. ഒരു സംഘടനയും ന്യായീകരിക്കാൻ നിൽക്കേണ്ടില്ല. അള്ളാഹുവിൻ്റെ ദീൻ എന്താണ് പറയുന്നത് അതിന് നിൽക്കുക. അപ്പുറത്തേക്ക് ഒരാളെ ന്യായീകരിക്കേണ്ടില്ല. ഒരാളെ ന്യായീകരിക്കണം. ഒരാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ശരി, അൽഹംദുലില്ലാ. തെറ്റാണെങ്കിൽ അവരെ തെറ്റാണ്. സഹോദരങ്ങളെ, അങ്ങനെ വളരാൻ നമുക്ക് കഴിയണം. ഞാൻ ഈ പറഞ്ഞത് ഒരാൾ തെറ്റാണ്, നാട്ടിലൊന്നും അയാളെ പരസ്യമായിട്ട് അയാളെ ആക്ഷേപിക്കുക, അയാളെ ചീത്ത പറയും, ഇങ്ങനെ കളിയാക്കണമെന്നല്ല. പക്ഷെ ഒരാളോടും എന്ത് ചെയ്യരുത്? തഅസ്സുബ് ഉണ്ടാകരുത്, തഹസ്സുബ് ഉണ്ടാകരുത്, കക്ഷിത്വം ഉണ്ടാകരുത്, അന്ധമായ വിധേയത്വം ഉണ്ടാകരുത്. പഴയ കാലത്ത് ഇത് മദ്ഹബിനോടെയാണ്. എൻ്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകങ്ങൾ വരെ നടന്നിട്ടുണ്ട്. ഇന്ന് ഇത് മറ്റു പലതിൻ്റെയും പേരിലാണ്. വ്യക്തികളുടെ പേരിൽ, സംഘങ്ങളുടെയും കക്ഷികളുടെയും പേരിൽ, മസ്ജിദുകളുടെ പേരിൽ, സംഘടനകളുടെ പേരിൽ. എന്തിനാ നമ്മുടെ നാട്ടിൽ വരെ മസ്ജിദുകൾ പൂട്ടിയിട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്താ ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ടായിരുന്ന കാരണങ്ങൾ? ഒരു സ്ഥലത്ത് മസ്ജിദിൽ ഒരാൾ കയറിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ തക്ബീർ ചൊല്ലി ബാക്കിൽ നിന്ന് പോയി തീർച്ചൻ വിളിച്ചിട്ടു. എന്തുകൊണ്ട്? പള്ളി കൈക്കലാക്കാൻ വേണ്ടി. തക്ബീർ ചൊല്ലിയവൻ്റെ ഉദ്ദേശം എന്താണ്? ഈ തക്ബീർ പള്ളിക്ക് വേണ്ടി, പള്ളി കൈക്കലാക്കാൻ വേണ്ടി. പിടിച്ചു വലിച്ചവൻ്റെ ഉദ്ദേശം എന്താണ്? ഈ നിസ്കാരം ബാത്തിലാക്കുന്നത് പള്ളിക്ക് വേണ്ടി. സഹോദരങ്ങളെ, എപ്പോഴും ചിന്തിക്കുക, നമുക്ക് ഏറ്റവും പ്രധാനമാകേണ്ടത് മസ്ലഹത്തുൽ ഇസ്ലാമി വൽ മുസ്ലിമീൻ, ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും മസ്ലഹത്താണ്, അവരുടെ നന്മയാണ്. മസ്ലഹത്തുൽ ജംഇയ്യ, മസ്ലഹത്തുൽ ജമാഅ, മസ്ലഹത്തു ഉസ്താദിൻ, മസ്ലഹത്തു ഷെയ്ഖിൻ അല്ല. എൻ്റെ ഉസ്താദിൻ്റെ മസ്ലഹത്ത്, എൻ്റെ സംഘടനയുടെ മസ്ലഹത്ത്, എൻ്റെ കൂട്ടാളികളുടെ മസ്ലഹത്ത്, ഇതല്ല. ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും മസ്ലഹത്ത്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇന്ന് പലപ്പോഴും ആളുകൾ അവനവനൊരു സംഘമുണ്ടാക്കിയാൽ പിന്നെ അതിൻ്റെ മസ്ലഹത്ത് ഇസ്ലാമിൻ്റെ മസ്ലഹത്താണ്. അതിനുവേണ്ടി എന്തു ചെയ്യും? അതിനുവേണ്ടി കളവ് പറയും, അതിനുവേണ്ടി ആളുകൾക്കെതിരെ പലതും. ഇങ്ങനെ ആകരുത്. ഇത് അള്ളാഹ് പരലോകത്തെ ചോദിക്കാൻ പോകുന്ന കാര്യമാണ്. ഒരു പ്രയോജനം കൊണ്ടില്ല, ഒരു പ്രയോജനമില്ല. ഈ ജാതി കക്ഷിത്വങ്ങൾ കൊണ്ട് ഒരു പ്രയോജനമില്ല. ദീനിന് വേണ്ടി നിലകൊള്ള, അള്ളാഹുവിന് വേണ്ടി നിലകൊള്ള. ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ നിങ്ങൾ ഖവ്വാമീന ലില്ലാഹ് ശുഹദാഅ ബിൽ ഖിസ്ത്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുക. കൂനു ഖവ്വാമീന ലില്ലാഹ് ശുഹദാഅ ബിൽ ഖിസ്ത്. നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നു. ഒരാൾക്കെതിരെ അനീതി ചെയ്യരുത്, ഒരാൾക്കുമെതിരെ അനീതി ചെയ്യരുത്. എൻ്റെ എതിരാളിയാണെങ്കിൽ പോലും, അവൻ മുസ്ലിം അല്ലെങ്കിൽ പോലും. നമ്മൾ പറഞ്ഞത് അൽ അദ്ലു വാജിബുൻ മിൻ കുല്ലി അഹദിൻ ലികുല്ലി അഹദ്. നീതി എന്നത് എല്ലാവർക്കും നിർബന്ധമാണ്, എല്ലാവരോടും നിർബന്ധമാണ്, മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാതാവട്ടെ. പക്ഷെ ഇന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ പറഞ്ഞ ചിന്ത നഷ്ടപ്പെട്ടതോടുകൂടി അനീതിയിലേക്കാണ് ആളുകൾ ചെല്ലുന്നത്. അനീതിയിൽ സഹകരിക്കരുത്, നന്മകളിൽ എല്ലാത്തിലും സഹകരിക്കരുത്, അതിക്രമങ്ങളിൽ സഹകരിക്കരുത്. ഖൈറാണോ നിന്റെ അമൽ കൊണ്ടുണ്ടാകാൻ പോകുന്ന അനന്തരഫലങ്ങൾ എന്താണെന്ന് ചിന്തിക്കുക.